അപ്പോ താങ്കളുടെ സ്ഥാപനം എങ്ങനെയാ പോകുന്നത് കാര്യം? നമ്മളൊരു ചാരിറ്റബിൾ ട്രസ്റ്റ് ആണ്. ഡൊണേഷൻ സ്വീകരിക്കില്ല, ഒരു പൈസയും വാങ്ങിയില്ല, ഒരു പൈസയും വാങ്ങില്ല. പിന്നെ എങ്ങനെയാ ചെലവ് മീറ്റ് ചെയ്യുന്നത്? അവിടെ ഒരു കമ്മ്യൂൺ ഉണ്ട്, കമ്മ്യൂൺ എന്നാ പറയാ. അവിടെ ആണ് പെണ്ണ് എവിടെ വർക്ക് ചെയ്യുന്നത്? വൈറ്റിലേക്ക്. എത്ര പേരുണ്ട് ഇപ്പൊ ഇന്ന് നോക്കുകയാണെങ്കിൽ 12 പേര്. ആണ്, പെണ്ണ്, ട്രാൻസ്, സിംഗിൾ പേരന്റ്, ലിവിംഗ് ടൂതർ, LGBT, സീനിയർ സിറ്റിസൺ, മാരീഡ്, ഡൈവോഴ്സ്ഡ്, ഡിസേബിൾഡ്, കുഞ്ഞുങ്ങൾ, അങ്ങനെ എല്ലാവരും ഒരുമിച്ച് മനുഷ്യന്മാരുടെ എല്ലാ വിഭാഗങ്ങളും ഒരുമിച്ചാണ് താമസിക്കുക. അവിടുത്തെ 4 കണ്ടീഷൻസാ പറയുന്നത്. ഒന്ന്, ജനിച്ചു കഴിഞ്ഞാൽ മരിക്കുന്നവരെ നമ്മുടെ കൂടെയുള്ള ശരീരത്തിന് ഹാനികരമായ എന്തെങ്കിലും ശീലമുള്ളവർക്ക് താമസ സൗകര്യം ഇല്ല. മയക്കുമരുന്ന്, പുകവലി, അത്തരം ശീലമുള്ളവർക്ക് അത് ഉപയോഗിച്ചിടാനല്ല, ആ ശീലമുള്ളവർ നമ്മൾ എടുക്കില്ല. രണ്ടാമത്തെ കാര്യം, സ്വന്തം ചെലവെടുക്കണം. മൂന്നാമത്തെ കാര്യം, പാലിയേറ്റീവ് കെയർ ഇല്ല, നമുക്കങ്ങനെ സംവിധാനമില്ല, സ്വന്തം കാര്യം നോക്കാൻ പറ്റുന്നവർക്ക് മാത്രമേ. അതേസമയം ഇതിനു മുമ്പ് MM ലോറൻസിന്റെ മകൻ അഡ്വക്കേറ്റ് എബ്രഹാം ലോറൻസ് 8 മാസത്തോളം ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു, ഒരു ബൈസ്റ്റാൻഡർ നിർത്തിയിട്ട്. അതുപോലെ ഐഡിയ സ്റ്റാർ സിംഗിലെ അമൃത സുരേഷിന്റെ അച്ഛൻ സുരേഷ് സാർ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു. ഞങ്ങൾ പോയതിനു ശേഷമാണ് അദ്ദേഹം മരിച്ചത്. അപ്പം ഇങ്ങനെ കുറെ പ്രോഗ്രാം ഫ്ലൂട്ട് അദ്ദേഹമാണ് വളരെ ഫേമസ് ആയ ആർട്ടിസ്റ്റ്. മകള് ആ പ്രോഗ്രാം വേണ്ടി വന്ന ഫേമസ് ആയതാണ്. അതർവൈസ് ബോൺ ആയിട്ടുള്ള ടാലന്റ് ഉള്ള അദ്ദേഹത്തിനാണ്. അദ്ദേഹം നമ്മുടെ അടുത്ത് പ്രോഗ്രാം ഒക്കെ ചെയ്യാറുണ്ടായിരുന്നു. അവിടെ നിന്നാണ് പ്രോഗ്രാമൊക്കെ പിന്നെ. ഇതിപ്പോ നിങ്ങൾ കേട്ട എന്താണെന്ന് വെച്ചാൽ തമ്മിൽ നിന്നുള്ള പ്രോഗ്രാം ശ്രീകണ്ഠൻ നായർ ഹോസ്റ്റ് ചെയ്യുന്ന പ്രോഗ്രാമില് ഈ അടുത്ത് ഈ കേരളത്തിൽ അനാഥാലയങ്ങൾ കൂടുന്നതിനെ കുറിച്ചൊരു ചർച്ച, ഓരോ വിഷയങ്ങൾ വരുമല്ലോ, അത് ചർച്ച വന്നു. അതിൽ അനിൽ ജോസ് എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ് ഈ ഒരു ഡയലോഗ് പറഞ്ഞു വിട്ടത്. അതായത് അവരുടെ കൂടെ അത് അനാഥാലയമല്ല, എൻ്റെ ഇടയ്ക്ക് പറയുന്നുണ്ട് അദ്ദേഹം, ഇത് സ്വന്തം ചെലവെടുക്കണം, അവനോ സ്വന്തം ചെലവെടുക്കണം, അനാഥാലയമല്ല. പക്ഷെ ചർച്ച വന്ന വിഷയം കേരളത്തിൽ പെരുകുന്ന അനാഥാലയമായിരുന്നു. അപ്പം എങ്ങനെയോ ഈ ഒരു ഭാഗം മാത്രം ഫ്ലവേഴ്സ് ചാനലാണെങ്കിലും കട്ട് ചെയ്തിടുകയൊക്കെ ചെയ്തതിന്റെ ഭാഗമായിട്ട് ജനങ്ങൾ മൊത്തമേ അങ്ങ് തെറ്റിദ്ധരിച്ചു. അമൃത സുരേഷിന്റെ അച്ഛൻ അവസാന നാളുകളിൽ ഈ അനാഥാലയത്തിലായിരുന്നു, അവിടുന്ന് പിന്നെ വീട്ടിൽ പോയിട്ടാണ് മരണം അടഞ്ഞതെന്നുള്ള അങ്ങനെ രീതിയിൽ പോവുകയും യൂട്യൂബേഴ്സ് ആരൊക്കെ എടുത്ത് അങ്ങനെയൊക്കെ ചെയ്യുകയൊക്കെ ചെയ്ത് ഇപ്പം അമൃതയ്ക്കും അഭിരാമിക്കും അവരവരുടെ അച്ഛനെയും അമ്മയും അതുപോലെ സ്നേഹിക്കുന്നവരാണ്. അപ്പൊ പിന്നെ ഇടയ്ക്ക് അമൃത സ്റ്റാർ സിംഗറി അച്ഛന്റെ കാര്യം പറഞ്ഞപ്പോൾ കരഞ്ഞെന്നോ ഒക്കെ പറഞ്ഞ് കൂട്ടി വായിച്ച് കമന്റ് ഇട്ട് എങ്ങനെയാണെങ്കിലും അവർക്കിപ്പോൾ അതൊരു സൈബർ അറ്റാക്ക് ആയിട്ടുണ്ട്. കാരണം അവരച്ഛനെയും അമ്മയെ അത്രയധികം സ്നേഹിക്കുമ്പോൾ അവരുടെ അച്ഛനെ അനാഥാലയത്തിൽ കൊണ്ട് അവർ തള്ളി എന്നുള്ള ഒരു രീതിയിലായിപ്പോയി ഈ കഴിഞ്ഞ കുറെ ദിവസങ്ങളിലായിട്ട് സോഷ്യൽ മീഡിയയിലെ ചർച്ച. അപ്പൊ ഇന്ന് സഹിയിട്ട് ഇനി അങ്ങനെ പറയുന്നവർക്കെതിരെ നിയമ നടപടി എടുക്കും എന്നും പറഞ്ഞ് അമൃതയും അഭിരാമിയും വന്നിട്ടുണ്ട്. ഇന്നലെ പ്രചരിപ്പിച്ചിരിക്കുന്ന ഒരു വാർത്ത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളുടെ അച്ഛന്റെ അവസാന സമയങ്ങളിൽ അനാഥാശ്രമത്തിലായിരുന്നു. ഞാനും അഭിരാമിയും അമ്മയും അച്ഛനെ അനാഥാശ്രമത്തിൽ കൊണ്ടുപോയി തള്ളി എന്നൊക്കെയുള്ള വാർത്തകളാണ് വന്നിരിക്കുന്നത്. ഇത് ശ്രീകണ്ഠൻ നായർ സാർ ചെയ്യുന്ന ഒരു ചർച്ചയുടെ അതിനകത്തൊരു ഒരു ഭാഗം, ഒരു ചെറിയൊരു ലൈൻ, ഒരു മിത്രകുലം എന്ന് പറയുന്ന ഒരു കമ്മ്യൂണിന്റെ ഓണർ ആയിട്ടുള്ള അനിൽ സാർ വന്നിട്ട് പറയാണ്, സുരേഷ് സാർ ഞങ്ങളുടെ കമ്മ്യൂണിന്റെ ഭാഗമായിരുന്നു, അദ്ദേഹം അവിടെ വന്ന് താമസിച്ചിട്ടുണ്ട്. ഈ ഒരു പോർഷൻ മാത്രം കറക്റ്റായിട്ട്, ബാക്കി അതിന് മുമ്പും പിൻപൊന്നും മലൂട്ടൻ്റെ എടുത്തിട്ടില്ല, കറക്റ്റ് ഈ ഒരു പോർഷൻ എടുത്തിട്ട് അതിനെപ്പറ്റി ഇതെന്താണ് ഇനി അവരവിടെ കൊണ്ട് തള്ളിയോ എന്നൊക്കെ പറഞ്ഞാൽ വളരെയധികം എന്താ പറയുക സോഷ്യൽ മീഡിയയിലേക്ക് ഇട്ട് കൊടുക്കുന്ന പരിപാടിയാണ്. അതിനുശേഷം അതിനെ ബാക്കിയായിട്ട് സബ്ജക്റ്റ് ആയി ഒരുപാട് പേര് റിയാക്ഷൻ ചെയ്യാൻ തുടങ്ങി. ഹരിയാണനൊക്കെ ചെയ്ത സംഭവം കണ്ടപ്പോൾ സത്യം പറഞ്ഞാൽ ഞങ്ങൾക്ക് ഭയങ്കര ഹേർട്ടായി. സോഷ്യൽ മീഡിയനെ ഒരുപാട് റെസ്പെക്ട് ചെയ്യുന്നത്, ബ്ലോഗേഴ്സിന് ഒരുപാട് റെസ്പെക്ട് ചെയ്യുന്നതായിട്ടുള്ള ആളുകൾ തന്നെയാണ് ഞങ്ങൾ. പക്ഷേ ഒരു കുടുംബത്തിനെ വേദനിപ്പിക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്നത് അത് ശരിയായിട്ടുള്ള ഒരു കാര്യമല്ല. പിന്നെ ഇതിന്റെ പറയുന്നത് ഇത്രയും വലിയ വലിയ കാര്യങ്ങൾ ഒരു ഫാമിലിയെ പറ്റി പറയുമ്പോൾ 2-4 വാക്കുകൾ വെച്ചിട്ടല്ല നിങ്ങൾ ഒരു കാര്യം ജഡ്ജ് ചെയ്യേണ്ടതോ പറയേണ്ടതോ. നമ്മളൊരു ഫാക്ട് ചെക്ക് ചെയ്തിട്ട് എന്താണ് ഞാൻ ഈ പറയുന്ന കാര്യത്തിന് എന്തെങ്കിലും ഒരു ക്ലാരിറ്റി ഉണ്ടോ എന്ന് ഉറപ്പ് വരുത്തിയിട്ടാണ് ഇത്രയും മോശം കാര്യങ്ങളിലേക്ക് ആരെയാണെങ്കിലും ഒരു ഫാമിലി നല്ല ആരെയാണെങ്കിലും വലിച്ചിടാൻ പാടുള്ളൂ. ഇനി ഇതിന്റെ ഒരു ക്ലാരിഫിക്കേഷൻ പറയാം. ഞങ്ങളുടെ അച്ഛൻ വളരെ സോഷ്യലി ഇൻവോൾവ് ആയിട്ടുള്ള പല കമ്മ്യൂണുകളിലും ഈ ചർച്ചയിൽ പറയുന്ന മിത്രകുലം എന്ന് പറയുന്ന ഈ കമ്മ്യൂണിന്റെ ഒരു ട്രസ്റ്റി കൂടെയാണ് ഞങ്ങളുടെ അച്ഛൻ. ഈ അച്ഛൻ എന്താ പറയുക, ഈ മിത്രകുലത്തിൽ ഞാനും അഭിരാമിയും ഞങ്ങളുടെ അമ്മയും ഞങ്ങൾ എല്ലാവരും കൂടെ പലതവണ അവിടെ പോയിട്ടുണ്ട്. ഞങ്ങൾ അവിടെ അസോസിയേറ്റ് ചെയ്യുന്നതാണ്. അത് മാത്രമല്ല അച്ഛൻ ഇതേപോലെ ഒരുപാട് കമ്മ്യൂണുകളുടെ ആളാണ്. ഒരുപാട് ബിയോണ്ട് ഹ്യൂമൻ എന്നൊക്കെ പറഞ്ഞ് കുറച്ച് ഏജ്ഡ് ആയിട്ടുള്ള ആൾക്കാരുടെ അവരെ സംഗീതം പഠിപ്പിക്കുക, അവരെ സ്റ്റേജിൽ കൊണ്ടുവരിക, അവരുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യുക, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ വളരെയധികം മുൻനിന്ന് അത് അച്ഛയുടെ ഒരു മെയിൻ ആയിട്ടുള്ള അച്ഛൻ ഇഷ്ടപ്പെട്ടിരുന്ന ഒരു കാര്യമാണ് ചെയ്യാൻ. അപ്പോൾ അതിൽ ഞങ്ങൾ ഒരിക്കലും അച്ഛയുടെ ഒരു തീരുമാനങ്ങളോ അല്ലെങ്കിൽ അച്ഛയുടെ ചോയ്സുകളോ ഒന്നും ഞങ്ങൾ കയറി ഇടപെട്ടിട്ട് ചെയ്യുന്ന പറയുന്ന മക്കളും അല്ല. ഞങ്ങളുടെ അമ്മയും അങ്ങനെയല്ല. ഞങ്ങളെ കൊണ്ട് ആവുന്ന രീതിയിൽ അതിൽ ഇൻവോൾവ് ചെയ്യാൻ ശ്രമിക്കാറും ഈ എന്താ പറയുക ഈ അച്ഛയുടെ സുഹൃത്തുക്കളെയും അച്ഛയുടെ സർക്കിളുകളിലും പോകാനും അവരെ ആളുകളെ കാണാനും ഞങ്ങളും പലപ്പോഴും ആയിട്ട് വി ആർ ഓൾസോ ഇൻവോൾവ് ഇൻ ഓൾ ദി തിങ്സ് ദാറ്റ് ഹി ഡസ്. അപ്പോൾ അനിൽ സാർ അങ്കിളെ ആ ഒരു ചർച്ചയിൽ പറഞ്ഞത് സുരേഷ് സാർ അടക്കമുള്ള ഒരുപാട് ആളുകൾ നമ്മുടെ കമ്മ്യൂണിന്റെ ഭാഗമായിരുന്നു എന്നാണ് അതിനകത്ത് പറഞ്ഞിട്ടുള്ളത്. അല്ലാണ്ട് ഞങ്ങൾ അച്ഛനെ അവിടെ കൊണ്ടുപോയി തള്ളി ഇങ്ങനത്തെ അങ്ങനെ ഒരാൾ ഒരൊറ്റ സെന്റൻസ് പറയുന്നതിനകത്ത് നിങ്ങൾ അതായത് കൂട്ടം ആക്രമിക്കുന്നതിന് മുമ്പ് ഞങ്ങളുടെ എൻറ്റയർ ലൈഫ് വ്ളോഗിങ്ങിലൂടെ ഒക്കെയും ഡെയിലി കണ്ടുകൊണ്ടിരിക്കുന്ന
ഞങ്ങൾ പൂർണ്ണമായിട്ട് എടുക്കുന്നു. പക്ഷെ ഞങ്ങളുടെ അമ്മ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം അവർക്ക് ഇത്ര പ്രായമായിട്ടുള്ള ഒരു സ്ത്രീയാണ്. അവര് അച്ഛയുടെ മരണത്തിന്റെ ശേഷമുള്ള ആ ഒരു ട്രോമയിൽ നിന്നൊക്കെ അമ്മേനെ ഇപ്പൊ ഞങ്ങൾ ബ്ലോഗിലേക്കൊക്കെ ഞങ്ങളായിട്ട് പുഷ് ചെയ്ത് അമ്മേനെ ചെയ്യിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിനും കയറി പറയുന്നുണ്ട്. അപ്പൊ അതൊക്കെ എന്ന് പറഞ്ഞാൽ ഭയങ്കര, നിങ്ങൾ എത്ര നല്ല മനസ്സുകൊണ്ടാണ് അത് പറയുന്നതെന്ന് പറഞ്ഞാലും ഇറ്റ് ഇസ് വെരി സാഡിസ്റ്റിക്. ബേസിക്കലി ഞങ്ങളുടെ ഏറ്റവും സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു സബ്ജക്ട്, ഞങ്ങൾ ഇപ്പോഴും ഞങ്ങളുടെ അച്ഛൻ നമ്മുടെ കൂടെ ഇല്ല എന്നുള്ള സബ്ജക്റ്റിനെ എങ്ങനെയാണ് ഈ ഒരു റിയാലിറ്റിനെ എങ്ങനെയാണ് ഞങ്ങൾ ഓവർകം ചെയ്യുന്നതെന്നുള്ളത് ഞങ്ങൾക്ക് മാത്രം അറിയുന്ന ഒരു വേദനയാണ്. അപ്പൊ ഞങ്ങളുടെ ഏറ്റവും സെൻസിറ്റീവും ഏറ്റവും പെയിൻഫുൾ ആയിട്ടുള്ള ഒരു സബ്ജക്റ്റിനെ കുത്തി നോവിച്ച് ഇതൊക്കെ വളരെ മോശമാണ്. ഇപ്പൊ അമൃതയും അഭിരാമിയും പറയുമ്പോൾ അവരുടെ അച്ഛന്റെ ഇഷ്ടം എന്താണോ അതനുസരിച്ച് അവര് അതിന് സപ്പോർട്ട് ചെയ്ത് അച്ഛന്റെ കൂടെ അതേപോലെ പ്രായത്തിലുള്ളവരെ കാണാനൊക്കെ അവരും പോയിട്ടുണ്ട്. മിത്രകുലം എന്ന് പറയുന്ന ഒരു കമ്മ്യൂണലാണ്. അവിടെ അതൊരു ഇപ്പൊ നമ്മള് നടക്കാൻ ഇറങ്ങുമ്പോൾ ഞാൻ കാണാറുണ്ട് ഒരേ പ്രായക്കാരായിട്ടുള്ള പ്രായം ചെന്ന ആൾക്കാർ ഒന്നിച്ച് പാർക്കിലൂടെയൊക്കെ നടന്നിട്ട് അവരൊന്നിച്ച് കുറെ സമയം പഴയ കഥകളൊക്കെ പറഞ്ഞിരിക്കും. അത് ചുമ്മാ വീടിന്റെ അകത്ത് ഇരിക്കുന്നതിനെക്കാട്ടും അവർക്ക് മാനസികമായ ഒരു സന്തോഷം കിട്ടുന്ന കാര്യമാണത്. ആ കാര്യമാണ് ഉണ്ടായത്. പക്ഷെ ഇത് സംസാരമധ്യേ ഈ അനിൽ ജോസ് എന്ന് പറയുന്ന അദ്ദേഹം സംസാരിച്ചപ്പോൾ ഈ നടത്തുന്ന പ്രോഗ്രാം ഇതായതുകൊണ്ടായിരിക്കാം പിന്നീട് അവര് ഫ്ലവേഴ്സ് ആണെങ്കിലും ആ ഒരു ഭാഗം മാത്രം കട്ട് ചെയ്തിടുകയും ചെയ്തപ്പോൾ ജനങ്ങൾക്കും തെറ്റിദ്ധാരണയായി. കുറെ യൂട്യൂബേഴ്സും അതെടുത്ത് അരിയണ്ണനൊക്കെ ചെയ്താണ് അഭിരാമിക്കൊക്കെ വളരെ സങ്കടമായേ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഇപ്പൊ അനിൽ ജോസ് ഇതിന്റെ ഒരു വിശദീകരണമായിട്ട് എത്തിയിട്ടുണ്ട്. കാരണം പുള്ളിക്ക് പറ്റിയ ഒരു അബദ്ധം, വായിന്ന് വീണ ഒരു അബദ്ധത്തെ വളച്ചൊടിച്ചും അല്ലാതെ അല്ലെങ്കിൽ തെറ്റിദ്ധരിക്കപ്പെട്ടു, ജനങ്ങൾ മൊത്തം തെറ്റിദ്ധരിക്കപ്പെട്ടു. അത് അങ്ങനെ സംഭവിക്കുള്ളൂ, ആരുടെയും കുറ്റമല്ല, അങ്ങനെ സംഭവിച്ചു. അപ്പൊ അദ്ദേഹം ഇപ്പോൾ അതിന്റെ ഒരു വിശദീകരണം പറയുന്നുണ്ട്. എല്ലാവർക്കും നമസ്കാരം. ഞാൻ അനിൽ ജോസ് ആണ്. മിത്രകുലം എന്ന് പറയുന്ന ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ മാനേജിംഗ് ട്രസ്റ്റിയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ ഒരു കമ്മ്യൂൺ ഉണ്ട് നമുക്കിവിടെ. ആണും പെണ്ണും ട്രാൻസും സിംഗിൾ പേരന്റും ലിവിംഗ് ടൂറും LGBT-യും സീനിയർ സിറ്റിസണും മാരീഡും ഡൈവോഴ്സും ഡിസേബിൾഡും ഒരുമിച്ച് താമസിക്കുന്നത്. ഇത് ഒരു അനാഥാലയമല്ല. ഇവിടെ വീടുകളിൽ നിന്ന് ഒഴിവാക്കിയ ആൾക്കാർക്ക് വന്ന് താമസിക്കാനുള്ള ഇടമല്ല. ഇവിടെ എല്ലാത്തിനും മനുഷ്യർ ഒരുമിച്ച് താമസിക്കുന്ന ഒരിടമാണ്. ഈ കഴിഞ്ഞ ദിവസം 24 ചാനലിൽ വന്നിരുന്ന പ്രോഗ്രാം നിങ്ങൾ ശ്രദ്ധിച്ചു കാണും. തമ്മിൽ എന്ന പ്രോഗ്രാമിനകത്ത് ഞാനും ഉണ്ടായിരുന്നു. അതിനകത്ത് പങ്കെടുത്ത മറ്റെല്ലാവരും തന്നെ ഏതെങ്കിലും ഒരു അനാഥാലയമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാരായിരുന്നു. അപ്പൊ അവരെല്ലാം ഇങ്ങനെ പറയുന്ന സമയത്ത് ഞാൻ പറയാൻ ശ്രമിച്ച് അനാഥാലയങ്ങളല്ല വേണ്ടിയത്, പകരം കമ്മ്യൂണുകളാണ്, മനുഷ്യന്മാർ ഒരുമിച്ച് താമസിക്കുന്ന ഇടം. പണ്ട് നമ്മൾ ഗോത്രങ്ങളായിട്ട് താമസിച്ചിരുന്നു, അതിനുശേഷം വലിയ ജോയിന്റ് ഫാമിലി ആയിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഈ അണുകുടുംബങ്ങളായി മാറി വന്നവരോട് പലർക്കും പല പ്രശ്നങ്ങളുണ്ടായിട്ടുണ്ട്. കുടുംബങ്ങളാകുമ്പോഴത്തേക്ക് പല പല പ്രശ്നങ്ങളുണ്ടാകും. അതുകൊണ്ട് അങ്ങനെ വരുന്നവർക്കെല്ലാം താമസിക്കാനുള്ള സ്പേസ് ആയിട്ട് കമ്മ്യൂണൽ ഉണ്ടാകണം എന്നാണ് പറഞ്ഞത്. ആ പറഞ്ഞതിന്റെ കൂട്ടത്തിൽ ഞാൻ പറഞ്ഞിരുന്നു, നാട്ടുകാർക്ക് അറിയുന്ന രണ്ടുപേരുടെ പേര് പറഞ്ഞിരുന്നു. അഡ്വക്കേറ്റ് എബ്രഹാം ലോറൻസ്, MM ലോറൻസിന്റെ മകൻ അഡ്വക്കേറ്റ് എബ്രഹാം ലോറൻസ്, അതേപോലെ തന്നെ അമൃത സുരേഷിന്റെ അച്ഛൻ, ഐഡിയ സ്റ്റാർ സിംഗറിലെ ഫേമസ് ആയ അമൃത സുരേഷിന്റെ അച്ഛൻ സുരേഷ് സാർ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു പറഞ്ഞു. അപ്പം കമ്മ്യൂണായിട്ട് ജീവിക്കാനുള്ള ഇഷ്ടം കൊണ്ടാണ് അവർ വന്നിരുന്നത്. എബ്രഹാം ലോറൻസ് സാറിനെ ആണെങ്കിൽ ആദ്യത്തെ സ്ട്രോക്ക് കഴിയുമ്പോൾ എനിക്കറിയില്ല, രണ്ടാമത്തെ സ്ട്രോക്ക് കഴിഞ്ഞിട്ട് അദ്ദേഹം എഴുന്നേറ്റ് നടന്നതിന് ശേഷമാണ് എന്റെ അടുത്ത് വന്നത്, വർത്താനം പറഞ്ഞത്, സംസാരിച്ച് ബന്ധപ്പെട്ടു. അപ്പോഴത്തേക്കാണ് പറഞ്ഞു ഞാനില്ല, ഇങ്ങനെ കമ്മ്യൂണിലാണ് എനിക്ക് താമസിക്കേണ്ടത്, എനിക്കിനി വീടുകളല്ല താമസിക്കേണ്ടതെന്ന് അദ്ദേഹം പറഞ്ഞിട്ട് അടിസ്ഥാനത്തിലാണ് അദ്ദേഹം അവിടെ താമസിച്ചത്. അതുപോലെ ഈ സുരേഷ് സാർ, അദ്ദേഹത്തിന്റെ അമ്മയും കൊണ്ടാണ് ആദ്യം വന്നത്, 96 വയസ്സുള്ള അമ്മ. അപ്പം അമൃത മാമിന്റെയും ഇവരുടെ കൂടെ പ്രോഗ്രാമിന് പോകുന്ന സമയത്ത് ഈ അമ്മ ഒറ്റയ്ക്കായി പോകുന്ന ഒഴിവാക്കാൻ വേണ്ടി ഇങ്ങനെയുള്ള കമ്മ്യൂണി അന്വേഷിച്ചു എന്ന് കണ്ടെത്തിയതാണ്. അപ്പൊ അമ്മ അവിടെ കുറെ കാലം താമസിച്ചു, 1-2 മാസം അവിടെ താമസിച്ചിരുന്നു. അപ്പോൾ ഒരു ബൈസ്റ്റാൻഡർ നിർത്തിയിട്ടാണ് താമസിച്ചിരുന്നത്. അതിനുശേഷം അമ്മ പോയി കഴിഞ്ഞ ശേഷം സുരേഷ് സാർ ഞങ്ങളുടെ ഈ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ഒരു ട്രസ്റ്റി ആയിട്ട്, നമുക്ക് വേറെ ഫോർമാലിറ്റീസ് ട്രസ്റ്റി ആയിട്ട് ജോയിൻ ചെയ്തു. അതിനുശേഷം അദ്ദേഹം പറഞ്ഞു എനിക്കും ഇടയ്ക്ക് ഇവിടെ വന്ന് താമസിക്കാൻ പറ്റുമോ, കാരണം വെച്ചാൽ ഈ മനുഷ്യന്മാരുടെ കൂടെ ഞങ്ങളൊരു 10-40ഓളം പേരുണ്ട്. എല്ലാ ദിവസവും വൈകുന്നേരം ഇരുന്ന് ചർച്ച ചെയ്യൽ പരിപാടികളൊക്കെയാണ്. ഓരോരുത്തരും അവരുടെ എക്സ്പെൻസ് എടുക്കണം. അവിടെ 4 കണ്ടീഷൻസ് ഞാനത് പറഞ്ഞിട്ടുണ്ട്. ഈ മദ്യം മയക്കുമരുന്ന് പോലുള്ള ശീലങ്ങളില്ലാത്തവർ, കാരണം വെച്ചാൽ അന്തസ്സോടെ ജീവിക്കുന്ന സമയത്ത് ഇതൊന്നും ആവശ്യമില്ല, ജീവിതം തന്നെയാണ് സ്പിരിറ്റ്. ഇപ്പൊ ട്രസ്റ്റി ആയിട്ട് പുള്ളിക്ക് അവിടെ വർക്ക് ചെയ്യണമെന്ന് തോന്നി പുള്ളി, അതുകൊണ്ട്. രണ്ടാമത് ഇതൊരു കമ്മ്യൂണലാണ്. പക്ഷെ ഇവിടെ ഇപ്പോഴും പറയാം, ഇത് അവനവന്റെ കാശെടുത്ത് അവിടെ പോയി താമസിച്ച് സ്വന്തം അതേ പ്രായമുള്ളവരും ഒക്കെ ആയിട്ട് മിങ്കിൾ ചെയ്ത് അങ്ങനെ അങ്ങ് പോകുന്ന ഒരു സന്തോഷമുള്ള ഒരു കൂട്ടായ്മ, അത്രേ അവർ ഉദ്ദേശിച്ചിട്ടുള്ളൂ. പക്ഷെ ഇത് എന്ത് പറ്റിയെന്ന് വെച്ചാൽ വൃദ്ധസദനങ്ങൾ കേരളത്തിൽ പെരുകുന്നു എന്നുള്ള ആ ഒരു വിഷയത്തിനോടനുബന്ധിച്ച് നടന്ന പ്രോഗ്രാമിൽ അവിടെ എത്തിയവരെല്ലാം അങ്ങനെയുള്ള അനാഥാലയത്തിന്റെ ആൾക്കാരുമായിരുന്നു. ഇദ്ദേഹമാണ് ഈ കമ്മ്യൂണലിന്റെ ആളായിട്ട് അവിടെ പോയത്. അങ്ങനെ ആയിരിക്കാം തെറ്റിദ്ധാരണ സംഭവിച്ചിരിക്കുക. പക്ഷേ
ഇപ്പൊ എന്താണേലും അഭിരാമിക്കും അമൃതയ്ക്കും അതൊരു ഷോക്ക് പോലെ ആയിട്ടുണ്ട്. കാരണം അവർക്ക് അതൊരു വിഷമായി. സോഷ്യൽ മീഡിയ മൊത്തം അവരുടെ അച്ഛനെ അവർ ലാസ്റ്റ് ഉപേക്ഷിച്ചു എന്നുള്ള. അവര് നമുക്കറിയാം അമൃത ഇന്നലെ ഞാനൊരു കമന്റ് കണ്ടു, എന്തൊരു കുറച്ചിലായിരുന്നു അമൃത അച്ഛൻ മരിച്ച. അവർ ഒറിജിനലായിട്ട് കരഞ്ഞ തന്നെ ആയിരുന്നു. പക്ഷെ അതിപ്പം ഈ ഒരു വാർത്ത കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും അനാഥാലയത്തിൽ കൊണ്ട് തള്ളിയതല്ലേ എന്നൊക്കെ പറഞ്ഞ് കമന്റ് ബോക്സിൽ ഇത് കാണുമ്പോൾ അവർക്ക് എന്താണേലും വിഷമം വരാതിരിക്കുമോ? അപ്പം ടൗണിലായതുകൊണ്ട് പാലാരിവട്ടത്തായതുകൊണ്ട് പല സമയത്തും പ്രോഗ്രാം പോകാനൊക്കെ എളുപ്പമാണ്. അപ്പം ഈ സുരേഷ് സാർ വരുന്ന സമയത്തും ഈ അമൃതയോ മറ്റേ അഭിരാമിയോ അവരാരൊക്കെ കൂടെ ഉണ്ടായിരുന്നു, ഈവൻ വൈഫ് പോലും ഉണ്ടായിരുന്നു എന്റെ ഓർമ്മ. അതിനുശേഷം പ്രോഗ്രാം പോകുന്ന സമയത്ത് ഇവർ ഒരുമിച്ച് പല സമയത്തും ഇവിടെ വന്നിട്ട് അച്ഛനെ സുരേഷ് സാറിനെ പിക്ക് ചെയ്താണ് പോകാറുണ്ടായിരുന്നത്. ഇത് അനാഥാലയമല്ല എന്നുള്ളതാണ് ആദ്യം മനസ്സിലാക്കേണ്ടത്. ആൾക്കാർ ഒരുമിച്ച് താമസിക്കുന്ന ഒരു സ്പേസ് ആണ്. നിങ്ങൾ ഇടയ്ക്ക് ടൗണിൽ പോകുമ്പോഴത്തേക്ക് ഹോട്ടലിൽ പോയി താമസിക്കില്ല, അനാഥാലയമല്ലല്ലോ. നിങ്ങൾ പേ ചെയ്ത് താമസിക്കുകയാണ്. നമ്മുടെ സ്പേസിലും പേ ചെയ്ത് താമസിക്കാനുള്ള സൗകര്യം ഉണ്ടായിരുന്നത്. അവിടെ ഡെയിലി ബേസിലോ അല്ലെങ്കിൽ മന്ത്ലി ബേസിലോ താമസിക്കാമെന്നുള്ള സൗകര്യം മാത്രം ഉണ്ടായിരുന്നു. അപ്പം കുക്ക് ചെയ്യുന്നതിനകത്ത് നമ്മളെല്ലാവരും ഒരുമിച്ച് സഹായിക്കും. നമുക്ക് കുക്ക് ചെയ്യാൻ ആളുണ്ടായിരുന്നെങ്കിൽ പോലും ഈ ആൾക്കാരെല്ലാം സുരേഷേട്ടൻ ഉൾപ്പെടെ ആൾക്കാർ ഒരുമിച്ചാണ് അതിനകത്ത് വളരെയതിനകത്ത് ഇടപെട്ടിരുന്നത്. ആഘോഷങ്ങൾ നമ്മൾ ഒരുമിച്ചായിരുന്നുണ്ടായിരുന്നത്. അവിടെ വരുന്ന ഓരോരുത്തരും ബർത്ത്ഡേ ഒരുമിച്ചാണ് ആഘോഷിച്ചുകൊണ്ടിരുന്നത്. നമ്മളത് വീണ്ടും വീണ്ടും പറയാനുള്ളത് അത് അനാഥാലയമല്ല. അങ്ങനെ അനാഥാലയത്തിലുള്ള ആൾക്കാർക്ക് താമസിക്കാനുള്ള സ്പേസ് അല്ല. ഷോർട്ട് സ്റ്റേ ഹോം അതിന്റെ കൂടെ വർക്ക് ചെയ്യുന്നുണ്ട്. പ്രശ്നത്തിനാവുന്നവർക്ക് വന്ന് താമസിക്കാം. ഈ സുരേഷ് സാർ മുതൽ കുറെ ആൾക്കാർ അവർക്ക് കമ്മ്യൂണിൽ ഇങ്ങനെ ഒരുമിച്ച് താമസിക്കുന്ന എക്സ്പീരിയൻസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് അവർ വന്ന് താമസിക്കുന്നത്. ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ ഇങ്ങനെ കമ്മ്യൂണിൽ വർക്ക് ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ച് ഇസ്രായേൽ പോലുള്ള സ്ഥലങ്ങളിൽ കിബൂട്സ് എന്ന് പറഞ്ഞിട്ടുള്ള സംവിധാനം ഇതുപോലെ കമ്മ്യൂണാണ്. ആ കമ്മ്യൂണിൽ ഒരുമിച്ച് താമസിക്കുകയാണ് ചെയ്യുക. അതേപോലെ സംവിധാനം പാലാരിവട്ടത്ത് നമ്മൾ താമസിച്ചിരുന്നത്. പിന്നെ അദ്ദേഹം അവിടുന്ന് പോയതിനെ കുറിച്ച് നമ്മൾ 21 മാസം കഴിഞ്ഞപ്പോഴത്തേക്ക് ഫിനാൻഷ്യലി ഇത് വൈബിൾ ആകാതെ വന്നതോടുകൂടി നമ്മൾ 2023 മെയ്യിൽ നമ്മൾ അവിടുന്ന് വെക്കേറ്റ് ചെയ്തു. അപ്പോൾ വെക്കേറ്റ് ചെയ്യുന്ന സമയത്ത് സുരേഷ് സാർ പറഞ്ഞു ഞാൻ എന്റെ വീട്ടിലേക്ക് തന്നെ മാറുകയാണ്. ഞാൻ നിങ്ങൾ പിന്നെ എടുത്തത് വയറ്റിലേക്ക് എടുത്ത് എരൂരേക്കാണ് ഞങ്ങൾ മാറുകയാണെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് അത്രയും ദൂരത്തേക്ക് വരാൻ വയ്യ. അപ്പോൾ എനിക്ക് എന്റെ വീട്ടിൽ തന്നെ പോകുന്നതായിരിക്കും സൗകര്യം എന്ന് പറഞ്ഞിട്ടാണ് അവിടെ ചെയ്ത്. ആ പ്രോഗ്രാം എല്ലാം നടത്താൻ വേണ്ടി വന്ന സമയത്തും അതല്ലെങ്കിൽ തിരിച്ചു വരുന്ന സമയത്തും എല്ലാം അദ്ദേഹം നമ്മുടെ സ്ഥലത്താണ് പോയിക്കൊണ്ടിരുന്നത്. അതുപോലെ വീട്ടിൽ നിന്ന് ഭക്ഷണം ഉണ്ടാക്കി കൊണ്ടിരുന്ന എനിക്ക് ഓർമ്മയുണ്ട്. പല സമയത്തും വീട്ടിൽ നിന്ന് ഭക്ഷണം ഉണ്ടാക്കി കൊണ്ടുവന്നിട്ട് ഞങ്ങളെല്ലാം ഷെയർ ചെയ്ത് കഴിക്കാറുണ്ട്. ഒന്നിലധികം പ്രാവശ്യം ഞാൻ ഇവരെ കണ്ടിട്ടുണ്ട്. എല്ലാ സമയത്തും ഞാൻ ഉണ്ടായിക്കൊള്ളുന്നില്ല. ഇവരുടെ പിന്നെ സുരേഷ് സാറിന്റെ വൈഫിനെ അല്ലെങ്കിൽ മക്കളെയൊക്കെ അവിടെയും കണ്ടിട്ടുണ്ട്. അവർ കൊണ്ടുവന്നാക്കുന്നതും തിരിച്ചു പോകുന്നതും. ഇത് അനാഥാലയമല്ല. അങ്ങനെ അനാഥർക്ക് വന്ന് താമസിക്കാനുള്ള സ്പേസും അല്ലത്. ഇവിടെ മനുഷ്യന്മാർ സന്തോഷത്തോടെ ജീവിക്കാൻ വേണ്ടിയുള്ള ഒരു ഇടമാണ്. അപ്പോൾ വീട്ടിൽ നിന്ന് ആൾക്കാർക്ക് മാറി നിൽക്കേണ്ട സമയത്ത് അങ്ങനെ മാറി നിൽക്കാം. അതിനൊന്നും ബുദ്ധിമുട്ടുള്ള സ്ഥലമല്ല. ഇവിടെ ഒരു കമ്മ്യൂൺ എന്ന് പറയുന്നത് മനസ്സിലാകാത്തത് കൊണ്ടാണ് ആ 24 ചാനലിലും അവസാനമായപ്പോഴത്തേക്ക് ആ അനാഥാലയങ്ങൾ നടത്തുന്ന ആൾക്കാരും പറഞ്ഞു വന്നത് ഞങ്ങൾക്ക് അനാഥാലയങ്ങൾ ഇല്ലാത്ത ഒരു കേരളമാണ് ഞങ്ങളുടെ സ്വപ്നം. ഇതുപോലെ മനുഷ്യന്മാർ ഒരുമിച്ച് താമസിക്കുന്ന സ്ഥലത്തേക്കാണ് എത്തേണ്ടതെന്നാണ് പറഞ്ഞത്. അതിന് മാതൃകയാവുന്ന രീതിയിലാണ് നമ്മൾ ഈ മിത്രകുലം എന്ന് പറയുന്ന കമ്മ്യൂൺ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ശരിക്കും മിത്രകുലം എന്ന് പറയുന്ന കമ്മ്യൂൺ എന്ന് പറയുന്ന ആ ഒരു രീതി നമുക്ക് അറിയില്ല. അതാണ് ഇതിൻ്റെ അകത്തെ വിഷയം. മലയാളികൾക്ക് അറിയില്ല. വിദേശ രാജ്യങ്ങളിലൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. ഇപ്പോൾ ഒരു ഹോട്ടലിൽ പോകുന്ന പോലെ മുറിയെടുത്ത് താമസിച്ച് നമ്മൾ പേ ചെയ്ത് താമസിക്കുന്ന പോലെ തന്നെ അവിടെ പൈസ കൊടുത്ത് അവർക്കൊപ്പം അവരുടെ അഭിരുചി അനുസരിച്ച് സംസാരിച്ചും ടൈം പാസ്സായിട്ട് ശരിക്കും പറഞ്ഞാൽ നമ്മൾ വീട്ടിൽ തന്നെ ഒരു പരിധി വിട്ട് പ്രായമായി കഴിഞ്ഞാൽ നമ്മൾ വീട്ടിൽ കഴിയുമ്പോൾ ഉണ്ടല്ലോ നമുക്ക് മാനസികവും ശാരീരികവുമായ ആരോഗ്യമില്ലാത്ത ഈ അടുത്ത് ഞാൻ കണ്ട എന്നോടൊരു ചേച്ചി സംസാരിച്ചു. പുള്ളിക്കാരത്തിക്ക് ഒരു അസുഖമില്ലായിരുന്നു. പക്ഷേ ഭർത്താവ് മരിച്ചതുകൊണ്ട് പിന്നീട് ഒറ്റയ്ക്ക് താമസിക്കാനുള്ള ബുദ്ധിമുട്ടുകൊണ്ട് പുള്ളിക്കാരത്തി മക്കളുടെ വീട്ടിൽ പോയി താമസം ആരംഭിച്ചപ്പോൾ എന്തുണ്ടായെന്ന് ചോദിച്ചാൽ ഈ പുള്ളിക്കാരത്തി സ്ട്രോക്ക് പോലെ വന്ന് വീണ് ഹോസ്പിറ്റലിൽ വരെ ആയി. അതിനെപ്പറ്റി സംസാരിച്ചു. അതെങ്ങനെ പറ്റിയതാണെന്ന് ചോദിച്ചപ്പോൾ പുള്ളിക്കാരത്തി എനിക്ക് പറഞ്ഞു തന്ന ഒരു കാര്യമാണ്. അതായത് മക്കളുടെ വീട്ടിൽ പോയി താമസിച്ചു കഴിഞ്ഞപ്പോൾ അവിടെ ഒരു 100 കൂട്ടം കാര്യങ്ങളാണ്. അവരുടെ മക്കളെ സ്കൂളിൽ പഠിക്കുന്നവർ ജോലിക്ക് വന്ന് തിരക്ക് അതിൻ്റെ ഇടയ്ക്ക് അവർ തമ്മിൽ ഹസ്ബൻഡും വൈഫും തമ്മിലുള്ള അടി വഴക്കുണ്ടാക്കല്. അപ്പൊ അതിൽ കയറി അഭിപ്രായം അമ്മ എന്ത് പറയാൻ, അമ്മ അവിടെ മിണ്ടായിരിക്കും ഇങ്ങനെ പറയും. അങ്ങനെ എന്തുണ്ടായെന്ന് വെച്ചാൽ അവരുടെ ഫിസിക്കലായിട്ടുള്ള കണ്ടീഷനും അവരുടെ പ്രായവും വെച്ച് താങ്ങാൻ പറ്റാത്ത ടെൻഷനാണ് ഇവര് മക്കളുടെ വീട്ടിൽ നിന്ന് കിട്ടിയത്. അതുകൊണ്ട് അവർക്ക് സ്ട്രോക്ക് വന്നതെന്നാണ് അവർ പറഞ്ഞത്. അത് കുറച്ച് കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. നമുക്കൊരു പ്രായത്തിൽ താങ്ങാൻ പറ്റുന്ന കാര്യങ്ങളുണ്ട്. കൊച്ചുമക്കളുടെ സന്തോഷമൊക്കെ അവരെ ലാളിച്ച് കഴിയുന്ന ഒരു കാലഘട്ടമാണ് കുറച്ച് പ്രായമായി കഴിഞ്ഞാൽ. അതിലുപരി ഇപ്പൊ എന്താന്ന് വെച്ചാൽ ഇപ്പൊ ഈ കൂട്ടുകുടുംബമൊന്നും അല്ല, അണുകുടുംബങ്ങളാണ്. അതിന്റെ കൂടെ ഭാര്യയും ഭർത്താവും മക്കളുമായി, പിന്നെ കുടുംബം എന്ന് പറഞ്ഞാൽ തന്നെ ശരിക്കും പറഞ്ഞാൽ ഭാര്യയും ഭർത്താവും പിള്ളേരുമാണ്. അതിൻ്റെ അകത്ത് വെല്ലിച്ചനും വല്യമ്മയും സത്യം പറഞ്ഞാൽ ഇല്ല കുടുംബം എന്ന് പറഞ്ഞാൽ. അപ്പൊ ഈ വെല്ലിച്ചനും വല്യമ്മയുണ്ട് ഇവര് ഈ ഉണ്ടാക്കുന്ന ടെൻഷനൊന്നും അവർക്ക് ആ ഒരു പ്രായം എത്തുന്നതിന് സഹിക്കാൻ പറ്റത്തില്ല. അതൊരു വലിയൊരു കാര്യമാണ്. സത്യത്തില് ഞങ്ങളുടെയൊക്കെ ഫാമിലിയിലാണെങ്കിലും അതേപ്പറ്റി ഇങ്ങനെ ചർച്ച ചെയ്യുമ്പോൾ ഈ അടുത്തൊരു ചേച്ചി ഞങ്ങളുടെ കസിൻ തന്നെ പറഞ്ഞു,
ഒരു വീട് പണിത് വെച്ചിട്ട് നമ്മുടെ കുടുംബത്തിലെ പ്രായമുള്ളവരെല്ലാവരും താമസിക്കുന്നതായിട്ടുള്ള ഒരേപോലെ ചേട്ടന്, ആങ്ങളെ, പെങ്ങള്, ചേച്ചി, അനിയത്തി അങ്ങനെയുള്ള ഒരേ പ്രായമുള്ളവരെല്ലാവരും കൂടെ അവർ ഒന്നിച്ച് താമസിച്ചോട്ടെ. എന്നിട്ട് എല്ലാവരും അവരുടെ പൈസ ഇടണം. എന്നാലും അവരെല്ലാം ഒന്ന് പഴയ കാര്യങ്ങളൊക്കെ പറഞ്ഞ് അവരടിച്ചു പൊളിച്ച് ജീവിക്കട്ടെ. ഈ മക്കളുടെയൊക്കെ കൂടെ വന്ന് താമസിച്ച് കഴിയുമ്പോൾ 100 ടെൻഷൻ, അത് അവർക്ക് താങ്ങാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ അതൊക്കെ ഒരു നല്ല അഭിപ്രായമാണ്. ശരിക്കും പറഞ്ഞാൽ ഈ ഇദ്ദേഹം പറഞ്ഞ ഈ മിത്രകുലം അതാണ് സംഭവം, അനാഥാലയമല്ല. ഇവിടെ സംഭവിച്ചത് എന്താണെന്ന് വെച്ചാൽ അനാഥാലയം ആണെന്നാണ് നമുക്കറിയില്ല. ഇങ്ങനത്തെ ഒരു കാര്യം നമുക്ക് അറിവില്ലായതുകൊണ്ട് നമ്മൾ പെട്ടെന്ന് അങ്ങ് തീരുമാനിച്ചു അവര് കൊണ്ട് അവരുടെ അച്ഛനെ അനാഥാലയമല്ല വൃദ്ധസദനത്തിലാക്കി എന്നുള്ളത്. കാരണം അപ്പൊ ഇത്രയും പെൺകുട്ടികൾ പൈസ ഉണ്ടാക്കുന്നു, പാട്ടുപാടിയൊക്കെ പൈസ ഉണ്ടാക്കാൻ പല പ്രോഗ്രാം, ഡാൻസും അഭിരാമി എല്ലാമായിട്ട് ഉണ്ടാക്കുമ്പോഴും സ്വന്തം അച്ഛനെ കൊണ്ട് അനാഥാലയത്തിൽ ലാസ്റ്റ് ആക്കിയിരുന്നോ എന്നുള്ള ഒരു ചോദ്യമാണ് സോഷ്യൽ മീഡിയ ചോദിച്ചത്. പക്ഷെ സോഷ്യൽ മീഡിയക്കാണ് ഇവിടെ അബദ്ധം പറ്റിയത്. എന്താണ് ഇദ്ദേഹം ഈ പറഞ്ഞെന്നുള്ളത് ആ ഒരു പ്രോഗ്രാമിലൂടെ തമ്മിൽ പ്രോഗ്രാമിലൂടെ ജനങ്ങൾക്ക് മനസ്സിലാകാൻ സാധിച്ചില്ല. അത്രേ ഉണ്ടായുള്ളൂ. ഒരു അബദ്ധമാണ്, ഒരു തെറ്റിദ്ധാരണയാണ് ഇവിടെ നടന്നത്. അപ്പോൾ ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്. അടുത്ത വീഡിയോ കാണാം.